ഹേയ്, സോനയാണ്. അപ്പോൾ നമുക്കിന്നൊരു കഥ നോക്കാം. ഈ കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വെള്ളം എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ കൃഷി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിൽ ഒരാൾ അയാളെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു, നമുക്കിവിടെ ഒരു കുളം കുത്തിയാലോ എന്ന്. ഇന്ന് വെള്ളം എടുത്ത് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ നാട്ടുകാരോടൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചു. അത് അദ്ദേഹം പറയേണ്ട താമസം എല്ലാവരും തിരിച്ച് നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. നമുക്ക് എന്താ ഭ്രാന്താണോ, നിനക്ക് വേറൊരു പണിയില്ലായിട്ടാണോ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങണേ, അങ്ങനെ പറയണ പോലെ എല്ലാവരും നെഗറ്റീവ് അടിച്ചു. പക്ഷെ അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം സ്വന്തക്ക് ഒരു കുളം കുത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ സമയത്തും അദ്ദേഹം കുളം കുത്താൻ ആരംഭിച്ച സമയത്തും ആളുകൾ വന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്തിനാണിത്, ഒരിക്കലും നിന്നെ കൊണ്ട് മാത്രം ഫുള്ളാക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ ഇതിനോടൊരു ഉപയോഗമില്ല, അത് നീ പാതി വയൽ നിർത്തേണ്ടി വരും, അങ്ങനെ ഫുൾ നെഗറ്റീവ്. പക്ഷേ അദ്ദേഹം ഇതൊന്നും ചെവികൊണ്ടില്ല. അവരുടെ ഓരോ വാക്കുകളും അദ്ദേഹം പ്രചോദനമായി എടുത്തിട്ട് കുറേ കാലങ്ങൾ എടുത്താണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, ആ കുളം പൂർത്തിയാക്കി. അങ്ങനെ മഴ പെയ്തു, ആ കുളത്തിൽ വെള്ളം നിറഞ്ഞു. ആ നാട്ടിലെ അദ്ദേഹത്തെ ഫുൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച അതേ ആളുകൾ തന്നെ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുകയാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പല ഭാഗത്തുനിന്നും പല ആളുകളും നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയും. ലൈക്ക് എന്നെക്കൊണ്ടത് പറ്റുമോ, അല്ലെങ്കിൽ എന്നെക്കൊണ്ടത് കഴിയൂല, വെറുതെ പൈസ കളയണ്ട, അങ്ങനെ ഫുൾ നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അത് നമ്മൾ പോസിറ്റീവായി എടുത്തിട്ട് ഒരാൾ നമ്മളെ കൊണ്ടൊരു കാര്യം കഴിയില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളവിടെ വിജയിക്കുന്നത്. അവർ നെഗറ്റീവ് അടിച്ച് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതൊരു പോസിറ്റീവായി എടുത്ത് അതൊരു മോട്ടിവേഷനായി സ്വീകരിച്ച് അവരെ തോൽപ്പിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.